പ്രിയമുള്ളവരെ, നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ നിയോജക മണ്ഡലം അവലോകനം ചെയ്യുമ്പോൾ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന എം.വി. രാഘവനെ പരാജയപ്പെടുത്തിയ പാരമ്പര്യമുള്ള ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് ആറന്മുള. പക്ഷേ രണ്ട് മുന്നണികളെയും മാറി മാറി പരിണയിച്ച ഒരു ചരിത്രമുണ്ട് ആറന്മുളയ്ക്ക്. കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് CPI-എമ്മിലെ വീണ ജോർജാണ്. രണ്ടാമത്തെ പ്രാവശ്യം വീണ ജോർജ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി കൂടിയാകുന്നുണ്ട് എന്നത് പ്രത്യേകതയാണ്. വീണ ജോർജിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് SFIയിലോ DYFIയിലോ ഒന്നും പ്രവർത്തിച്ച് പരിചയമില്ല. അവർ സഭയുടെ ഒരു നോമിനി, ഓർത്തഡോക്സ് സഭയുടെ ഒരു നോമിനി എന്ന രീതിയിലാണ് ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നത്. അവരുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ വലിയ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് പിന്നീട് മന്ത്രിയാകുന്ന ഒരാളാണ് വീണ ജോർജ്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയും മറ്റു സഭകളുമായ ചില സഭാ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓർത്തഡോക്സ് സഭാവിശ്വാസിയായ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭയെ പിന്തുണച്ചില്ല എന്ന ഒരു കൊതിക്കുറവിൻ്റെ പേരിൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ഈ വീണ ജോർജിന് കിട്ടിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ വീണ ജോർജ് മത്സരിച്ച് വിജയിപ്പിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതന്മാരൊക്കെ ലോഹയൊക്കെ ഇട്ട് ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ പങ്കെടുത്തത് എന്ന മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും വീണ ജോർജിനെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല. സഭയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു, 2 പ്രാവശ്യം വിജയിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം MLA ആയി എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ജനാധിപത്യ മര്യാദയുമില്ലാത്തത്. കാരണം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളോട് വളരെ പരോക്ഷമായിട്ട് ഇടപെടുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കണ്ണൂരിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് KSU അവരെ കരിങ്കൊടി കൊടിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവാദം നടക്കുകയാണിപ്പോൾ. എന്തായാലും ഇലക്ഷൻ കഴിയുന്നതുവരെ വീണ ജോർജിൻ്റെ കഴുത്തിൽ നമുക്ക് ഈ പ്ലാസ്റ്റർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കഴിഞ്ഞ 2 പ്രാവശ്യവും വീണ ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ ആറന്മുളയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. 2016 വീണ ജോർജ് K. ശിവദാസൻ നായരെ 7646 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തുന്നത്. 2021 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം 19,003 വോട്ടുകളായി വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ശിവദാസൻ നായർ അത്രത്തോളം ആ മണ്ഡലത്തിന് അഭികാമ്യനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന ഒരു നിഗമനമുണ്ട്. കാരണം ആ മണ്ഡലം കുറച്ചുകൂടി UDFിനോട് അടുത്തു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കുറച്ചുകൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ വിജയിക്കാം ആയിരുന്നു എന്ന ഒരു പൊതുധാരണ UDF പ്രവർത്തകർക്കിടയിലുണ്ട്. നമ്മൾ 2016 2021 BJPയുടെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ പോലും ആ മണ്ഡലത്തിൽ സാരമായ വോട്ടിടിവുണ്ട് BJPക്ക്. 2016 37,906 വോട്ട് MD രമേശ് നേടുമ്പോൾ 2021 21,099 വോട്ടുകൾ മാത്രമാണ് ബിജു മാത്യു എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി നേടുന്നത്. അതായത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ പൊതുവായി ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈന്ദവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ BJPക്ക് മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ടുകൾ കിട്ടുകയും BJPക്ക് വേണ്ടി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വോട്ട് കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ 2019 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സുരേന്ദ്രന് കിട്ടിയ വോട്ടും 2024 പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് കിട്ടിയ വോട്ടും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയും എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഒരു റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ ആകെയുള്ള പഞ്ചായത്തുകളുടെ എണ്ണം അത് 13 പഞ്ചായത്തുകളാണ് ആകെയുള്ളത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 11 UDF ആണ് ഭരിക്കുന്നത്. LDF ഒരിടത്ത്, NDA ഒരിടത്ത് പഞ്ചായത്തുകളിൽ എന്ന രീതിയിലാണ് കക്ഷിനില. ആ പഞ്ചായത്തുകളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വരികയാണെങ്കിൽ UDFന് 17 സീറ്റ്, LDFന് 12 സീറ്റ്, BJPക്ക് 1 സീറ്റ്. ആറന്മുള പഞ്ചായത്തിൽ UDF 8, LDF 6, BJP 5. ചെന്നീർക്കര പഞ്ചായത്തിൽ UDF 10, LDF 4, BJP 1. എലന്തൂർ UDF 9, LDF 1, NDA 1, LDF 4. കോഴഞ്ചേരി UDF 6, LDF 3, BJP 2. കുളനട 1 UDF, 8 LDF, 4 BJP. മല്ലപ്പുഴശ്ശേരി 8 UDF, 1 LDF, 3 BJP. മെഴുവേലി 9 UDF, 5 LDF, 0 BJP. നാരങ്ങാനം 6 UDF, 2 LDF, 6 BJP. അവിടെ BJPയും UDFും തമ്മിലാണ് നാരങ്ങാനത്ത് മത്സരം നടത്തിയിട്ടുള്ളത്. ഓമല്ലൂരിൽ 6 UDF, 2
LDF 7, BJP. ഓമല്ലൂർ പഞ്ചായത്ത് NDAക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇരവി പേരുറെത്തുമ്പോൾ 8 UDF, 6 LDF, 3 BJP. കോയിപ്രം എത്തുമ്പോൾ 7 UDF, 5 LDF, 5 BJP. അവിടെ LDFും BJPയും തമ്മിൽ സമാസമമാണുള്ളത്. തോട്ടപ്പുഴശ്ശേരി എത്തുമ്പോൾ 8 UDF, 1 BJP, 1 LDF. 13 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ 11ഇടത്തും UDF അപ്രമാദിത്യ വിജയം കൈവരിച്ച ഒരു മണ്ഡലമാണ് ആറന്മുള. ഈ നിലവിലുള്ള സ്ഥിതിവിശേഷം എടുത്ത് നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആകെയുള്ള 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഈ മണ്ഡലത്തിന് കീഴിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ കുറച്ച് മണ്ഡലങ്ങളും മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ കുറച്ച് പഞ്ചായത്തുകളുമൊക്കെ, പഞ്ചായത്ത് വാർഡുകളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നുണ്ട്. അതിൽ കോഴഞ്ചേരി UDF നേടി, കുളനട LDF നേടി, ഏലത്തൂർ UDF നേടി, കോയിപ്രം UDF നേടി. അതായത് 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ UDFനും 1 LDFനുമാണ് ഉള്ളത്. അതായത് ഒരു അപ്രമാദിത്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആറന്മുള മണ്ഡലത്തിൽ UDFനുണ്ട് എന്നതാണ് വ്യക്തം. ലോക്സഭാ ഇലക്ഷനിൽ ആന്റോ ആന്റണി UDF സ്ഥാനാർത്ഥി ഏകദേശം 15,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ തൊട്ടടുത്തുള്ള LDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിലാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ തോമസ് ഐസക് ആയിരുന്നു LDF സ്ഥാനാർത്ഥി. പക്ഷേ 2019-ൽ സുരേന്ദ്രൻ നേടിയ ഒരു വോട്ട് നിയമസഭയിൽ, അതായത് ലോക്സഭാ ഇലക്ഷനിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നേടുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 32,545 വോട്ടാണ് BJPക്ക് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ കിട്ടിയതെങ്കിൽ സുരേന്ദ്രന് 50,000-ൽ പരം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. വെറും 2,000 വോട്ടുകൾ മാത്രമായിരുന്നു 2019 ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച വീണ ജോർജും സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സുരേന്ദ്രൻ പിടിച്ച വോട്ട് നിയമസഭയിൽ ലോക്സഭാ ഇലക്ഷനിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് BJP നേടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ BJPക്ക് മത്സരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വോട്ട് കുറയുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും നമ്മൾ 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുവാൻ സാധ്യതയുള്ളത് അബിൻ വർക്കി അല്ലെങ്കിൽ വിജയ് ഇന്ദുചൂഡൻ, 2 പേരുകളാണ് അവിടെ കേൾക്കുന്നത്. BJP സ്ഥാനാർത്ഥി സംബന്ധിച്ച് അവിടെ കുമ്മന രാജശേഖരൻ്റെ പേര് ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. CPMന് നിലവിലുള്ള MLA മന്ത്രിയുമായ വീണ ജോർജ് തന്നെ മത്സരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നിലവിലുള്ള സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മുന്നേറ്റമുണ്ട്. വീണ ജോർജ് ഒരുപക്ഷെ ഈ ഇലക്ഷനിൽ അവിടെ പരാജയപ്പെടുവാൻ തന്നെയാണ് സാധ്യത. അബിൻ വർക്കി ആയാലും ഒപ്പം വിജയ് ഇന്ദുചൂഡനായാലും 2 പേരും യുദ്ധത്തിൻ്റെ മുഖങ്ങളാണ്. അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. BJPയും വലിയ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറന്മുള എന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്കും അവിടെ സാധ്യതകളുണ്ട്. വോട്ടിംഗ് നിലവാരത്തിലൊന്നും വലിയ വ്യത്യാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.